ഹലോ ഹായ് എവരിബഡി. ഞാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ട്. ഇന്നേക്ക് 6 ദിവസമായി. ഭയങ്കര പ്രശ്നങ്ങൾ, പുറത്ത് ആൾക്കാരും ബഹളമെല്ലാം ഉണ്ട്. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാനപ്പോൾ ഉള്ളിലേക്ക് വന്നതാണ്. ഞാൻ കാപ്പി കുടിക്കാൻ വന്നതാണ്. കാപ്പിയല്ല, ഒരു ജ്യൂസ് കുടിക്കാൻ വന്നതാണ്. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൂട്. നമുക്ക് ഷീറ്റ് കെട്ടിക്കൂടാ, കട്ടിൽ വെച്ചുകൂടാ. മറ്റെല്ലാവർക്കൊക്കെ ഉണ്ട്, നമുക്ക് പറ്റൂല. അപ്പോൾ സർക്കാർ ജീവനക്കാരല്ലേ, കൊമ്പന്മാരല്ലേ, അപ്പം നമുക്കത് പറ്റൂല. പിന്നെ ഞാനിപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം, എന്നെ ഉപദ്രവിച്ച പ്രതിനെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാളും HOD സംരക്ഷിക്കുന്നെന്നുള്ളത് ഞാൻ പലവട്ടം പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരും അത് അംഗീകരിച്ചിട്ടില്ല. പിന്നെ വന്ദന ശ്രീധരനെയും രാജേഷ് കെയെയും DTക്കും കൊടുത്ത മുഴുവൻ പരാതിൻ്റെ കോപ്പിയും എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും എനിക്ക് കോളേജിൽ അച്ചടിച്ചിടേണ്ട കാര്യങ്ങളല്ല, നോട്ടീസ് അടിക്കേണ്ട കാര്യങ്ങളല്ല. ഞാൻ കൊടുക്കേണ്ട ദിക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴ് ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ, അതായത് എനിക്കെതിരെ ചുമര് എഴുതിയവന് ചെറിയൊരു സസ്പെൻഷൻ. എന്താ പറഞ്ഞതെന്നറിയോ മേലധികാരി അവനോട്? പിന്നെ നീ ഒന്ന്, നല്ല ചൂടല്ലേ, നീ ഒരു 5-6 മാസം വേണ്ട, കുറച്ച് ദിവസം വേഗം തന്നെ കോളേജിലേക്ക് വരാൻ പറ്റും. നീ ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വാ, ഒന്ന് ചൂടല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വാ, നീ ഒന്നും പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവനെ വിട്ടത്. എനിക്ക് ഈ രാജേഷ് കെ എന്ന് പറയുന്നവൻ്റെ അച്ഛനെ പറഞ്ഞു, അമ്മേനെ പറഞ്ഞു, ഭാര്യേനെ പറഞ്ഞു, പിന്നെ അയാളെ ചത്തുപോയ തന്തേനെ പറഞ്ഞു, അയാളെ ഭാര്യേൻ്റെ അമ്മായിയച്ഛനും അമ്മായിയമ്മാവനെയും പറഞ്ഞു, പിന്നെ HOD വന്ദന ശ്രീധരൻ്റെ തന്തേനെ പറഞ്ഞു, തള്ളേനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ട്രാൻസ്ഫറും സസ്പെൻഷനും. എനിക്ക് പെണ്ണുങ്ങളെ ജോലി സ്ഥലത്ത് വെച്ച് ഉപദ്രവിച്ച ഒരു പ്രശ്നവുമില്ല. ട്രൈപോഡ് എടുത്തെറിഞ്ഞ പ്രശ്നമില്ല, സ്റ്റീൽ റൂൾ എടുത്തെറിഞ്ഞ പ്രശ്നമില്ല, ലാബിന് മുന്നിൽ എഴുതി വെച്ച പ്രശ്നമില്ല, ഒട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. നീ ഒന്നും പേടിക്കണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീ ഒന്നും പേടിക്കണ്ട, നീ ഞങ്ങളെ കയ്യിൽ സുരക്ഷിതമാണ്, നീ ഞങ്ങളെ കയ്യിൽ സുരക്ഷിതനാണ്. അവള് ആള് ശരിയല്ല, അവക്ക് മറ്റേ പണിയുണ്ട്. അതുകൊണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. CCTV എവിഡൻസ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനേ നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. അവള് സ്വഭാവം ശരിയില്ലാത്തവളാ, അവളൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വലിയ വിവരം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിത്ത് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. അവൻ ഇന്ന് കോളേജിലുണ്ട്. പോഷ് ആക്ടിലെ പ്രതിയും അവന് കൂട്ടുനിന്നവരും കോളേജിലുണ്ട്. അവനെ കൂട്ടുനിൽക്കുന്നവർ അവരെ വിളിച്ചിട്ട് അവനെ കാണാതിരിക്കാൻ വയ്യ. പ്രതിനെ മേലധികാരിക്ക് കാണാതിരിക്കാൻ വയ്യ. ഇടയ്ക്കിടയ്ക്കേ വിളിക്കും. ഞാനൊരു ദിവസം ഒപ്പിടാൻ പോകുമ്പം പ്രതിയും മേലധികാരിയും ചർച്ച ചെയ്യുന്നു. രാജേഷ് കെ എന്ന മേലധികാരി, താൽക്കാലിക മേലധികാരി, ഇത്രയും വലിയ ക്രിമിനൽ കേസ് ചെയ്ത പ്രതിന് സംസാരിക്കുന്നു. പിന്നെ അലിഗേഷൻസ് വെച്ച് ട്രാൻസ്ഫർ അടിച്ചപ്പോൾ ഈ മേലധികാരി എനിക്ക് എക്സ്പ്ലനേഷൻ ലെറ്റർ തന്നില്ല. സസ്പെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് ലെറ്റർ തന്നില്ല. ഇവൻ ആരി, ഇവൻ്റെ അച്ഛൻ്റെതാണോ കോളേജ്? ഈ മേലധികാരിൻ്റെ തന്തേൻ്റെതാണോ കോളേജ്? ഇവൻ ഈ പ്രതിയെ സംരക്ഷിക്കാൻ ഇവൻ്റെ ആരി പ്രതി? ഇവൻ്റെ ഭാര്യേൻ്റെ അനിയനാണോ പ്രതി? ഇവര് തമ്മിൽ എന്താണ് ബന്ധം? പോഷ് ആക്ടിലെ പ്രതിയും മേലധികാരിയും തമ്മിൽ എന്താണ് ബന്ധം? NGO യൂണിയനും KGOയും തമ്മിൽ, പ്രതിയും തമ്മിൽ എന്താണ് ബന്ധം? ഇവർ തമ്മിൽ എന്താണ് രഹസ്യബന്ധം? ജോലി സ്ഥലത്തൊരു സ്ത്രീക്കുണ്ടായ അപമാനത്തിനെക്കാട്ടും വലിയ ബന്ധം ഈ പ്രതിയായിട്ട് എന്താണ് ഇവർക്ക്? സമൂഹം പറയണം, ഭരിക്കുന്നവർ പറയണം.
ഭരിക്കുന്ന സർക്കാർ പറയണം, ഇവിടുത്തെ നിയമ സംവിധാനം പറയണം. ആരാണ് പ്രതിനെ സംരക്ഷിക്കുന്നത്? FIR ഇട്ട പ്രതി വീണ്ടും വീണ്ടും കോളേജിൽ എന്നെ ഉപദ്രവിച്ച് ഇന്നും അവൻ കോളേജിലുണ്ട്. വിത്ത് എവിഡൻസ് തരാം, എവിഡൻസ് ഇടുന്നുണ്ട്. ഉപ്പ് ശേഖരണം, ഫോൺ ചോർത്തൽ, ക്രിമിനലുകൾ വാഴുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പറ്റൂല പോലും. പരാതിപ്പെട്ട എടുത്ത് പുറത്തിടും പോലും. കൊല്ലും, ആസിഡ് ഒഴിക്കും, പെട്രോൾ ഒഴിക്കും, കൂട്ടമാനഭംഗം ചെയ്യും. മേലധികാരിയുടെ നേതൃത്വത്തിൽ കൂട്ടമാനഭംഗത്തിനിടയാക്കും. കോളേജിൽ വെച്ച് പീഡിപ്പിച്ച പ്രതിനെ കൊണ്ട് ഒന്നും കൂടി പീഡിപ്പിക്കും. അതുകൊണ്ട് അവനെ കോളേജിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. അവൻ കോളേജിൽ തന്നെ ഉണ്ട്. മറ്റുള്ള ആരെങ്കിലും ഒന്ന് പീഡിപ്പിക്കുന്നെങ്കിൽ പീഡിപ്പിച്ചോട്ടെ. അവന് പീഡിപ്പിക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട് മേലധികാരി. അവൻ ഇന്നും കോളേജിലുണ്ട്. പീഡന കേസിലെ പ്രതിനെ മേലധികാരി പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എല്ലാ ദിവസവും അവനെ കാണണം. മേലധികാരിക്ക് അവനെ കാണാത്തൊരു ലൈഫ് മേലധികാരിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലെ 10 മണിക്ക് മേലധികാരിൻ്റെ അടുത്ത് പ്രതി എത്തിയിട്ടുണ്ട്. ഡയറക്ടർ ഷാലിജ് എന്ന് പറയുന്ന മഹൽ വ്യക്തി ഇത് അറിയുന്നുണ്ടോ? ഉണ്ടോടോ ഷാലിജ്? നിന്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പെണ്ണിനെ സെക്ഷൽ ഹാരാസ്മെൻറ്റ് ചെയ്ത പ്രതിനെ, നിന്റെ ചട്ടുകം രാജേഷ് കെ എന്ന് പറഞ്ഞ നിന്റെ ചട്ടുകം, ഉളുപ്പില്ലാത്ത 2 ചട്ടുകങ്ങൾ, എനിക്കെതിരെ ഇല്ലാത്ത അലിഗേഷൻസ് വെക്കുന്ന 2 ചട്ടുകങ്ങൾ അറിയുന്നുണ്ടോ? പ്രതി കോളേജിലുണ്ട്. ഷാലിജ്, നിയമമുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടടാ. ഒന്നും കൂടി ഇതിൻ്റെ കൂടെ ഇതിൽ മതി. ഐസിൽ അടിച്ചോ. ഇതാണ് അവസ്ഥ. എല്ലാവർക്കും അറിയാലോ കണ്ണൂരിലെ അവസ്ഥ. ആര് മരിച്ചാലും ആര് പീഡിപ്പിച്ചാലും കണ്ണൂരിനത് പുല്ലാണ്, പുല്ലാണ്, പുല്ലാണ്. കണ്ണൂരിനത് പുല്ലാണ്. അപ്പം പ്രതിനെ മേലധികാരി സംരക്ഷിക്കുന്നുണ്ട്. വിത്ത് എവിഡൻസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഫോട്ടോ അടക്കം ഇടാം. ഫോട്ടോ അടക്കം പ്രതിയുടെ ഫോട്ടോ. ഇതാണ് പ്രതി, ഇതാണ് പ്രതി. ഇട്ടുതരാം. ഇവനാണ് പ്രതി. അവൻ കോളേജിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ്. സ്ത്രീ പുറത്താണ്. അതാണ് സ്ത്രീ സുരക്ഷിതത്വം, സ്ത്രീ സുരക്ഷ. നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘോഷം പ്രസംഗിക്കുന്ന, ഘോരഘോരം പ്രസംഗിക്കുന്ന സ്ത്രീ സുരക്ഷ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോഷ് ആക്ടിലെ പ്രതി വിലസുന്നു. മേലധികാരിൻ്റെ സമ്മതത്തോടുകൂടി, പെർമിഷനോടുകൂടി ആഘോഷിക്കുന്നു. വീണ്ടും കാണാം. പുതിയ വീഡിയോ തരാം.